ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അനുപല്ലവിയുടെ ഫോണിൽ നിന്ന് വിഷ്ണുവിനെ വിളിക്കുകയാണ്. ശാലിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാത്തതിനാൽ അനുപല്ലവിയുടെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഫോൺ എടുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ മേഡത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഈ ജില്ല ഭരിക്കുന്ന കളക്ടർക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പം പറയാം, അങ്ങനെ പറയില്ല സാർ, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് മേഡം ഇനി എൻ്റെ നമ്പറിലേക്ക് മേലെ വിളിച്ചേക്കല്ലെന്നും കൂടെ പറഞ്ഞേക്കണം എന്ന് പറയുമ്പോഴേക്കും ശാലിനി ആ ഫോൺ പിടിച്ച് മേടിച്ചിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ ഇത് ഞാനാണ്, ശാലിനിയാണ്, വിഷ്ണുവേട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിഷ്ണു പറയും, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കേസാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും പറയാം, വിഷ്ണുവേട്ടാ നിങ്ങളുടെ കുടുംബം നിങ്ങൾ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച. അപ്പോഴേക്കും വിഷ്ണു പറയാണ്, ഇതിനേക്കാളും വലിയ അപകടം ഇനി എന്ത് വരാനാണെന്നുള്ള രീതിയിലൊക്കെ പറയാണ്. ശാലിനി അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് വിഷ്ണു നല്ല വെറുപ്പോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ശാലിനി എന്നിട്ട് പറയുകയാണ്, അത്യാവശ്യമായിട്ട് വിഷ്ണുവായിട്ട് ഇത് കേട്ടേ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ വിഷ്ണുവായിട്ട് പറയുന്നിടത്തോട്ട് ഞാൻ വരാം, അല്ലെങ്കിൽ വിഷ്ണുവായിട്ട് എന്നെ കാണാൻ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും വിഷ്ണു ഫോൺ കട്ട് ചെയ്തിട്ടങ്ങ് പോകുന്നു. അപ്പോഴേക്കും ശാലിനിയോട് അനുപല്ലവി ചോദിക്കുക, എന്താ മാഡം സാർ വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രശ്നങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും വിഷ്ണു ശാലിനിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് വരുന്നത്. വന്നവിടെ നിൽക്കുമ്പോഴേക്കും ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടാ ഇത്രയും ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, വിഷ്ണുവേട്ടൻ്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ വിഷ്ണു പറയാം, ഈ വിഷ്ണു നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നിങ്ങളെല്ലാം കൂടിയല്ലേ എന്നെ ഇങ്ങനെ ആക്കി, ഇനി ഇത് പഴയ പോലെ ആകണമെങ്കിൽ കുറച്ച് താമസം എടുക്കും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും പറയുകയാണ്, വിഷ്ണുവേട്ടാ രോഹിത് വല്ല ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ഈ ഉപേന്ദ്രൻ അതാരാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണുവിനങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും. ഞാൻ പറയും, അത് എനിക്ക് നിന്നോട് എന്തിനാണ് പറയുന്നത്, അതൊക്കെ എൻ്റെ വീട്ടിലത്തെ കാര്യം, അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലെന്നുള്ള രീതി വിഷ്ണു ദേഷ്യത്തോടു കൂടി തന്നെ ശാലിനിയോട് പറയണം. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ പോവാന്ന് പറയാം. അപ്പോഴേക്കും ശാലിനി പറയും, ഇത് തന്നെ പറഞ്ഞു തുടങ്ങിയില്ല, അതിന് പിന്നെ വിഷ്ണുവേട്ടൻ ദേഷ്യപ്പെട്ട് പോകാതെന്ന് പറയാണ്. അപ്പോഴേക്കും ചോദിക്കുകയാണ്, രോഹിത് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഈടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ വീടാണെന്ന് ചോദിക്കും. അപ്പോൾ വിഷ്ണു ഒരുമാതിരി പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, നമ്മുടെ വീടോ, ആരുടെ വീട്, അത് എൻ്റെ വീട്, ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും താമസിക്കുന്ന വീട്, അത് നിൻ്റെ വീടാണെന്ന്. ഓ, നിൻ്റെ അനിയത്തി അവിടെ താമസിക്കുന്നതുകൊണ്ടായിരിക്കും അത് നമ്മുടെ വീടെന്ന് പറഞ്ഞ്, അത് ഞങ്ങളുടെ വീട്, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും, ചിലപ്പോൾ ഞങ്ങളത് ഇടിച്ച് നികത്തിയിട്ട് അവിടെ കുളം കുത്തും, അതിനകത്ത് കുറച്ച് പൊടിമീനുകളെ വളർത്തും, അതൊക്കെ ചോദിക്കാൻ നിനക്ക് എന്താ, ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു പോകാൻ പോകണം. ഉടനെ ശാലിനി വിഷ്ണുവിൻ്റെ കൈയെ കയറി പിടിച്ചിട്ട് പറയുകയാണ്, വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുകയാണ്. ഉടനെ ശാലിനിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, ഞാൻ പോകും എൻ്റെ വീട്ടിലേക്കെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും, ആ വീടും പോകുമെന്ന് പറയും. അപ്പോഴേക്കും നീ എന്താ ഈ പറയുന്നത് ചോദിക്കും. അപ്പോഴേക്കും പറയുകയാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് രോഹിത് ഈട് വെച്ചേക്കുന്ന വീട് പോകാൻ സാധ്യതയുണ്ട്, മരം കടത്താനായിട്ടെന്നുള്ള രീതിയിൽ ലൈസൻസ് എടുത്തിട്ട് പ്രകൃതിയെ അനധികൃതമായിട്ടുള്ള മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ട്, ഇതിനെതിരെ പരിസര പ്രവർത്തനങ്ങൾ കേസ് എടുക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തക്കാരുമൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കേസ് എടുക്കുന്നുണ്ട്, കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ സത്യാമ്മയുടെ വീടിൻ്റെ ഇത് വെച്ചാണ്, പ്രോപ്പർട്ടി വെച്ചാണ് ഈട് എടുത്തിരിക്കുന്നതെങ്കിൽ വീടും എല്ലാം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ മനസ്സിലാക്കുകയാണ്. ഇത് കേൾക്കും വിഷ്ണു നല്ല പേടി തോന്നുന്നുണ്ടെങ്കിൽ വിഷ്ണു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെ ശാലിനിയുടെ മുന്നിൽ അങ്ങ് പിടിച്ച് നിൽക്കുകയൊക്കെയാണ്. എന്നിട്ട് വിഷ്ണു പറയാണ്, രോഹിതായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ല, അത് രോഹിതായിട്ട് തന്നെ പരിഹരിച്ചോളും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പറയാണ്, എന്താണെന്ന് പറഞ്ഞാലും എല്ലാം പോകും, കുടുംബക്കാരായിട്ട് തന്നെ ഇങ്ങനെ ഒരു ചതി നടത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയാണ്, എന്തായാലും നീ ചെയ്തത്ര വലിയ ചതിയൊന്നും നിൻ്റെ വീട്ടുകാരും ചെയ്തത്ര ചതിയൊന്നും വേറെ ആരും ചെയ്തിട്ടില്ല, എല്ലാം പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ വിഷ്ണു അങ്ങ് ദേഷ്യം വിഷമം മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ശാലിനോ എന്നെ പറയണം. ശാലിനി പറയണം, വിഷ്ണുവേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള രീതി പറയുമ്പോഴേക്കും പറയും, വിഷ്ണുവേട്ടൻ എന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ശാലിനി പറയണം. അപ്പോഴേക്കും പറയുകയാണ്, നീയും നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും ചെയ്തതും പറഞ്ഞത്രയും കള്ളം ആരും തന്നെ ചെയ്തിട്ടില്ല, എന്തിനേ കുഞ്ഞു മക്കളുടെ മനസ്സ് വരെ നീയൊക്കെ കുഞ്ഞുങ്ങളോട് പോലെ എന്തുമാത്രം ചതിയാണ് ചെയ്തേ, എന്തിനാടി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്, എന്തൊക്കെ വിഷ്ണുവേട്ടെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, മേല ഇനി എന്നെ അങ്ങനെ വിളിച്ചേക്കല്ലേ, നിന്നെ ഈ ലോകത്ത് ഞാൻ വെറുക്കുന്നത്ര ഈ ലോകത്ത് ആരും തന്നെ വെറുക്കുന്നില്ല, നീ ചെയ്തത്രം ചതി എന്നോട് ആരും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശാലിനിയുടെ കണ്ണ് നിറഞ്ഞ ഒഴുകുകയാണ്. ശാലിനി വിഷമിച്ച് നിന്നിടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. മനസ്സും ശരീരം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് വീണ്ടും എൻ്റെ മുന്നിൽ സ്നേഹം നടിച്ചു വന്ന് നിന്നെ ഇനി ഏത് പേരിട്ടാടി വിളിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും എവിടെയെങ്കിലും പോയി ചത്തുകൂടിയത് നിനക്ക്, മറ്റുള്ളവർക്ക് സമാധാനമെങ്കിലും കിട്ടുമല്ലോ, നിന്റെയൊക്കെ പാരമ്പര്യം നോക്ക്, നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ കൂടാണ് ജീവിക്കുന്നത്, ഇല്ല നീയൊന്നും ജീവിക്കാൻ പോലും അനുവദിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ശാലിനി അങ്ങ് വിഷമിച്ച് കണ്ണീരിങ്ങനെ മുഖത്തോടെ ഒഴുകിക്കൊണ്ടേയിരിക്കും, ഈ ഭൂമി പിളർന്നങ്ങ് പോയിരുന്നെങ്കിൽ എന്നുള്ള രീതി ശാലിനി നിൽക്കുക. നീ ഡൽഹിയിലായിരുന്നപ്പോൾ സത്യ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിക്കൊണ്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഞങ്ങളുടെയൊക്കെ മുന്നിൽ നീ കാണിച്ചു വെച്ചത്. അപ്പോൾ ഈ ശാലിനി പറയാം, വിഷ്ണുവേട്ട ഇങ്ങനെയൊന്നും പറയില്ല, ഞാൻ എല്ലാ സത്യങ്ങളും പറയാം എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യെ കയറി പിടിക്കുകയാണ്. വിഷ്ണു കൈ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് പറയാണ്, തുടരുതടി നീ എന്നെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കാനെന്നേക്കാട്ടിലും നല്ല വല്ല ആറ്റിലും കുളത്തിൽ പോയി ചത്തുകൂടേടി നിനക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വല്ല വിഷം മേടിച്ചാകടി, നീയൊക്കെ ചത്താൽ പോലും എനിക്കിനി ഒരു വിഷമവും ഇല്ല, നീ ചത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വരത്തില്ല, എനിക്കിനി ഒരു അപേക്ഷയുണ്ട്, നീ ദയവ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് ഇനി വിളിച്ചേക്കല്ല, നിൻ്റെ സൗണ്ട് പോലും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോവാണ്. ഇത് കേട്ടിട്ട് ശാലിനി അവിടെ നിന്ന് മരിക്കുന്ന രീതിയിൽ ഭൂമി പിളർന്ന് മരിച്ചു പോയെന്നൊരവസ്ഥയിലാണ് ശാലിനി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഇത്രയും സങ്കടപരമായ വാക്കുകളെല്ലാം അവിടെ കേട്ട് ശാലിനി അങ്ങ് തല ഇറങ്ങി അവിടെ വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്താണെങ്കിൽ
സുസ്മിത പറഞ്ഞ ആ ഒരു ഡയലോഗ് കാതിലിങ്ങനെ മുഴങ്ങി കേട്ടോണ്ടേ ഇരിക്കുകയാണ്. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല, ശ്യാമയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഡയലോഗ് ഇങ്ങനെ രോഹിത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. രോഹിത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്യാമയാണെങ്കിൽ ആ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറി വരികയാണ്. റൂം എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ശ്യാമ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എന്താ രോഹിത്തെ സമയം ഇത്ര ആയാലും ഇന്ന് ഹോട്ടലിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ഞാൻ ഇന്ന് ഇച്ചിരി താമസിച്ചേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ശ്യാമ അവിടെ എല്ലാം തൂക്കാൻ വേണ്ടി ചൂലെടുത്ത് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ബെഡെല്ലാം കുടഞ്ഞ് തൂക്കുമ്പോഴത്തേക്കുമാണ് ശ്യാമയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തലകണ അടിയിൽ നിന്ന് ആ കത്ത് കിട്ടുന്നത്. ശ്യാമ അങ്ങ് ഞെട്ടി ഓർക്കുകയാണ്, ഈ കത്ത് ആരുടെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, ഇത് ആരാണിത് ഇവിടെ വെച്ചത്, ആരാ ഇത് വായിച്ചിട്ടുള്ളത്, രോഹിത്തിൻ്റെ എല്ലാം ഇത് കിട്ടിക്കാണുമോ എന്നുള്ള രീതി കുറേ ചോദ്യങ്ങളുമായിട്ട് ശ്യാമയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴേക്കും ഞാൻ ആ ബുദ്ധപ്രതിമയുടെ അടി വെച്ച കത്ത് എങ്ങനെ ഇവിടെ വന്നു, ഇത് ആരോ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരിക്കലും ഇവിടെ വരത്തില്ലോ എന്നൊക്കെയുള്ള രീതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് റൂമിലേക്ക് വീണ്ടും രോഹിത്ത് കയറി വരുന്നത്. അപ്പോൾ രോഹിത്ത് വന്നിട്ട് കാണുമ്പോഴത്തേക്കും തന്നെ ശ്യാമ ആ കത്തങ്ങ് ചുരുട്ടി പിടിക്കുകയാണ്. ശ്യാമയുടെ മുഖത്ത് ഈ പരിഭ്രമ വിഷമങ്ങളും എല്ലാം കണ്ടപ്പോൾ തന്നെ രോഹിത്തിന് എന്തായാലും കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ രോഹിത്ത് ചോദിക്കുകയാണ്, എന്ത് പറ്റി ശ്യാമ, സുഖമില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല രോഹിത്തെ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ രോഹിത് ഓരോ ചുവട് മുന്നോട്ട് വെക്കുന്നതോറും ശ്യാമ ഇങ്ങനെ പേടിച്ച് ആ കത്ത് ചുരുട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, പിന്നെ എനിക്കാണോ, എൻ്റെ കണ്ണുകൾക്കാണോ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്ത് പറ്റി, നിൻ്റെ ദേഹം അങ്ങ് വേർക്കുന്ന പോലെ തോന്നുന്നു, അത് രോഹിത്തെ ഇവിടെ ഭയങ്കര ചൂടല്ലേ, ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറയുമ്പോഴേക്കും രോഹിത് പറയാണ്, റൂമല്ല ക്ലീൻ ആക്കേണ്ട, ചിലരുടെയൊക്കെ ദുഷിച്ച മനസ്സാണ്, എത്ര നന്നായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാലും ചിലരുടെ മനസ്സിലുള്ള പുറത്ത് കാണിക്കുക, അതിപ്പോൾ നിൻ്റെ മുഖത്ത് കാണുന്ന പോലെ എന്നുള്ള രീതിയിൽ ശ്യാമയോട് പറയുകയാണ്. അപ്പോഴേക്കും ശ്യാമയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് രോഹിത് ചോദിക്കുകയാണ്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല രോഹിത്തെ, എനിക്ക് കുറച്ച് പണിയുണ്ട്, അപ്പുറം ഞാൻ പോകാന്നുള്ള രീതി പോകാനായിട്ട് പോകുമ്പോഴേക്കും ശ്യാമയുടെ കയ്യെ പിടിച്ചിങ്ങോട്ട് വലിച്ചിട്ട് പറയുകയാണ്, ഒരുപാട് ചതിയൊക്കെ പറ്റിയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് വേഗം ഏത് ചതിയാണല്ലോ മനസ്സിലാവും, അതിന് പ്രത്യേകിച്ച് ബാലപാഠം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തെങ്കിലും തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ടോ, നീ ആദ്യം മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കുക, എന്നിട്ട് ആ മനസ്സ് കൊണ്ട് തന്നെ ചിന്തിച്ച് നോക്കുക, ആ തെറ്റിൻ്റെ ആഴം അപ്പോഴേ നിനക്ക് മനസ്സിലാവും. ലോകത്ത് വെറുക്കപ്പെട്ട സ്ത്രീകൾ ഒരാളുടെ മുഖം നിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു, ഒരു അത്രയ്ക്ക് ക്രൂരമായ തെറ്റായിരിക്കും നീ ചെയ്തേക്കുന്നുള്ള രീതി പറയാം. അപ്പോഴേക്ക് ശ്യാമ പറയണം, രോഹിത് എന്താ മനസ്സിലിട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കുമാണ്, എന്നിട്ട് ശ്യാമ പറയും, എനിക്ക് അപ്പുറം കുറച്ച് പണിയുണ്ട്, ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പറയുകയാണ്, ഇത്ര നാൾ ഒന്നിച്ചൊരു മനസ്സായിട്ട് ജീവിച്ച എന്നെ നീ ഒതുക്കി, പിന്നെ എനിക്ക് ബന്ധവും ആയിട്ടുണ്ടായിരുന്ന എല്ലാവരും നീ ഒതുക്കി, നീ ആടി പെണ്ണ്, രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ പെണ്ണിൻ്റെ അത്ര കഴിവ് വേറെ ആർക്കും ഇല്ലെന്ന് തെളിയിച്ച ഒരു പെണ്ണ്. രോഹിത്ത് എന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതി വീണ്ടും ശ്യാമ പറയണം. അപ്പോൾ ശ്യാമയ്ക്ക് ഒരു സംശയമുണ്ട്, ഈ കത്ത് രോഹിത്തിൻ്റെയിലാണ് കിട്ടിയിരിക്കുന്നതെന്ന്, രോഹിത്തിനെ ആരാണ്ട് എന്താ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയെന്ന് ശ്യാമ പറയുമ്പോഴേക്കും വീണ്ടും ശ്യാമ അങ്ങോട്ട് പിടിച്ച് അവിടെ നിർത്തുവാണ്. എന്നിട്ട് പറയാം, എൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങൾക്കെല്ലാം തെളിവായിട്ട് നിൻ്റെ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന സാധനം ഇല്ലേ കയ്യിലെന്ന് പറയുകയാണ്. ഇത് പറയുമ്പോഴേക്കും കറക്റ്റ് മനസ്സിലാവണം ശ്യാമയ്ക്ക് ഈ കത്ത് വായിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, രോഹിത് തന്നെയാണ്. ഈ ടൈമിലാണ് വിഷ്ണുവിൻ്റെ കാർ വന്നിറങ്ങുന്നുണ്ട്, വിഷ്ണു അകത്തോട്ട് കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് ചോദിക്കണം, എന്താടി നീയല്ലേ ഈ കത്ത് എഴുതി, ഈ കത്തിനകത്ത് എഴുതിയേക്കുന്നതെല്ലാം സത്യമല്ലേ, നീ തന്നെ എഴുതിയ കത്തല്ലേ ഇതെന്നൊക്കെ രീതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന് വരുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് പറയണം, സ്വന്തം ഒന്ന് കരുതിയിരുന്ന എല്ലാം നീ ഒറ്റ നിമിഷം കൊണ്ട് ഒരു കത്തിൽ എഴുതി എല്ലാം പറപ്പിച്ചില്ലേ, ആത്മഹത്യ ചെയ്യാതെ തന്നെ ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് തന്നെ എനിക്ക് അറിയത്തില്ല, അത്രയ്ക്ക് എന്നെ ചതിച്ച നീയാണ്, എന്തിനാണ് നീ എന്നോട് ഇത്ര വലിയ ചതി ചെയ്ത്, വല്ല വിഷം മേടിച്ച് നീ കലക്കി തന്നുകൂടായിരുന്നു, ഇതിനെക്കാട്ടും നല്ലതായിരുന്നല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രോഹിത് അങ്ങ് ഭയങ്കരമായിട്ട് കലിപ്പ് ആകും. പക്ഷേ ശ്യാമയ്ക്കൊന്നും പറയാനില്ല, കാരണം ശ്യാമ ചെയ്ത തെറ്റുകളാണല്ലോ മൊത്തം. എന്നിട്ട് പറയാണ്, രോഹിത്ത് എൻ്റെ അന്നപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ എഴുതിയ കത്താണിത് എന്ന് പറയുമ്പോഴേക്കും ഇനി ഈ കത്തിനകത്ത് എഴുതിയെല്ലാം ചുമ്മാ എഴുതിയതാണെന്നും കള്ളത്തരമാണെന്ന് നീ പറഞ്ഞാണ് വരുന്നത്, കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി നീ എന്നെ വീണ്ടും വഞ്ചിക്കാൻ പോകണമെന്നൊക്കെയുള്ള രീതി രോഹിത് അങ്ങ് ഭയങ്കരമായിട്ട് കലിപ്പിലാണ്. നിനക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എന്നിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചു, അതിനുശേഷം ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ പോലും അറിയിക്കാതെ രഹസ്യമായിട്ട് വളർത്തി, ഇതെല്ലാം വിഷ്ണു കേട്ടോണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ പ്രതിമ പോലെ ഈ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണുവിന് ഏകദേശം മനസ്സിലാവുന്നത് പപ്പി സത്യം വിഷ്ണുവിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റിവ്യൂ കാണാം, അതിലേക്കും ബൈ.